കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ടകളിൽ ഒന്നായ പുതുപ്പള്ളിയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഉയർന്നു കേൾക്കുന്ന വാർത്തകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അന്തരിച്ച ജനപ്രിയ നേതാവ് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി എത്തിയ ചാണ്ടി ഉമ്മൻ MLA വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്ന് മാറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുകളുടെ പുതിയ മുഖമാണ് തുറന്നു കാട്ടുന്നത്. 5 പതിറ്റാണ്ടുകാലം ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ച മണ്ഡലമാണ് പുതുപ്പള്ളി. അദ്ദേഹത്തിന്റെ വിയോഗശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് മകൻ ചാണ്ടി ഉമ്മൻ നിയമസഭയിലെത്തിയത്. പിതാവിന്റെ വിയോഗം സൃഷ്ടിച്ച സഹതാപ തരംഗവും വ്യക്തിപ്രഭാവം ചാണ്ടിക്ക് തുണയായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗവുമായി അദ്ദേഹം കടുത്ത അകൽച്ചയിലാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു വശത്ത് ഉമ്മൻചാണ്ടി കുടുംബം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് കോൺഗ്രസിന് കരുത്താകുമെന്ന് വിലയിരുത്തപ്പെടുമ്പോൾ മറുവശത്ത് അത് ആഭ്യന്തര കലഹങ്ങളിലേക്കും ഗ്രൂപ്പ് വൈരാഗ്യത്തിലേക്കും വഴിമാറുകയാണ്. ചാണ്ടി ഉമ്മന്റെ പുതിയ പ്രസ്താവന ഇതിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗം തന്നെ ബോധപൂർവം അവഗണിക്കുന്നുവെന്ന പരാതിയാണ് ചാണ്ടി ഉമ്മന്റെ പ്രതിഷേധത്തിന് പിന്നിലെ പ്രധാന കാരണം. പ്രത്യേകിച്ച് മുൻപ് എ ഗ്രൂപ്പിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP, PC വിഷ്ണുനാഥ് MLA എന്നിവർക്കെതിരെയാണ് ചാണ്ടി ഉമ്മന്റെ മുനകൾ നീളുന്നത്. പ്രതിഷേധത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്നത് KPCC ഭാരവാഹി പട്ടികയിലും പുനഃസംഘടനയിലും തന്റെ നിർദ്ദേശങ്ങൾ നേതൃത്വം പൂർണ്ണമായി തള്ളിക്കളഞ്ഞത് ചാണ്ടി ഉമ്മനെ വേദനിപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്ന K ശിവദാസനെ പോലുള്ള നേതാക്കളെ പ്രധാന ഭാരവാഹിത്വത്തിലേക്ക് ചാണ്ടി ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഈ പേരുകൾ വെട്ടിമാറ്റപ്പെട്ടതിന് പിന്നിൽ ഷാഫി പറമ്പിലും കൂട്ടരുമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തന്നെ നിയമസഭയിൽ നിന്നും പാർട്ടി കാര്യങ്ങളിൽ നിന്നും തുരത്തി ഓടിക്കാനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ നടക്കുന്നുവെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ഇതിനുള്ള പരിഹാരമായി ദേശീയ നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകിയിരുന്നുവെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലെ അവഗണന തുടരുന്നതാണ് പുതിയ പൊട്ടിത്തെറിക്ക് കാരണം. ചാണ്ടി ഉമ്മനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് തന്റെ കുടുംബാംഗങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചു ഉമ്മനും മറിയ ഉമ്മനും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന വാർത്തകൾ നിരന്തരം പ്രചരിക്കുന്നത് തന്നെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താനാണെന്ന് ചാണ്ടി കരുതുന്നു. താൻ സജീവ രാഷ്ട്രീയത്തിലേക്കോ തിരഞ്ഞെടുപ്പിലേക്കോ ഇല്ലെന്ന് അച്ചു ഉമ്മൻ പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും പുതുപ്പള്ളിയിൽ അച്ചു ഉമ്മൻ മത്സരിക്കാൻ തയ്യാറാണെന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നത് ഷാഫി പറമ്പിലിന്റെയും സംഘത്തിന്റെയും നീക്കമാണെന്നും ചാണ്ടി ഉമ്മൻ ആരോപിക്കുന്നു. മറിയ ഉമ്മൻ ചെങ്ങന്നൂരിൽ മത്സരിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നതും ഇതിന്റെ ഭാഗമായാണ് ചാണ്ടി കാണുന്നത്. തന്റെ കുടുംബത്തിനുള്ളിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ഈ നീക്കങ്ങൾ എന്ന പരാതി അദ്ദേഹം ICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ അറിയിച്ചു കഴിഞ്ഞു. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നടന്ന കോൺഗ്രസ് നേതൃ ക്യാമ്പിൽ ലക്ഷ്യ 2026 വലിയ വിജയമായിരുന്നുവെന്നും നേതൃത്വം അവകാശപ്പെടുമ്പോഴാണ് ചാണ്ടി ഉമ്മൻ വിള്ളലുണ്ടാക്കിയത്. ക്യാമ്പിന്റെ സമാപന വേളയിൽ പുതുപ്പള്ളി മണ്ഡലം ഒഴിയാൻ സന്നദ്ധനാണെന്ന വാർത്ത കോട്ടയത്തെ മാധ്യമപ്രവർത്തകർ വഴി അദ്ദേഹം പുറത്തുവിട്ടു. ഈ നടപടിയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട്. ക്യാമ്പിലെ ഐക്യത്തിന്റെ സന്ദേശത്തെ ഈ വാർത്ത തകർത്തുവെന്നാണ് നേതാക്കളുടെ വിമർശനം. ശുഭകരമായി അവസാനിക്കേണ്ട ഒരു പരിപാടിയുടെ ശോഭ കെടുത്തിയ ചാണ്ടി ഉമ്മന്റെ നടപടിയെ അച്ചടക്ക ലംഘനമായിട്ടാണ് ചില നേതാക്കൾ കാണുന്നത്. ചാണ്ടി ഉമ്മന്റെ ഈ നാടകീയമായ നീക്കം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുമുണ്ട്. അനുകൂലികളെക്കാൾ കൂടുതൽ പരിഹാസവുമായാണ് ആളുകൾ ഇതിനെ സമീപിക്കുന്നത്. സീറ്റ് ഉറപ്പിക്കാനും അനുയായികളെ കൊണ്ട് പോകരുതെന്ന് വിളിപ്പിക്കാനുമുള്ള ഒരു നമ്പറാണിതെന്നാണ് ഭൂരിഭാഗം കമന്റുകളും. ഇത് ഇവന്റെ സ്ഥിരം നമ്പറല്ലേ എന്ന് ചോദിക്കുന്നവരും കുറവല്ല. ഉമ്മൻചാണ്ടി കുടുംബത്തെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ ജനങ്ങൾക്കിടയിൽ മടുപ്പുണ്ടാക്കുന്നു എന്നതിന്റെ തെളിവാണ് വരുന്ന കമന്റുകൾ. അമ്മച്ചിക്കും ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു എന്ന പരിഹാസം അമിതമായ കുടുംബ രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ പ്രതിഷേധമായി കാണാം. പുതുപ്പള്ളിയിലെ ഈ ആഭ്യന്തര കലഹം UDFന് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അടിയുറച്ച അനുയായികൾ 2 ഗ്രൂപ്പുകളായി തിരിയുന്നത് പാർട്ടിയുടെ അടിത്തറ ഇളക്കും. കോൺഗ്രസിനുള്ളിലെ ഈ വിഭാഗീയത വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മുതലെടുക്കാൻ LDF ശ്രമിക്കുമെന്നതും ഉറപ്പാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റിലെ തർക്കം എത്രയും വേഗം പരിഹരിക്കാൻ AICC ഇടപെടേണ്ടി വരും. ചാണ്ടി ഉമ്മനെ അനുനയിപ്പിക്കാൻ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമോ എന്നതും കണ്ടറിയണം. ഉമ്മൻചാണ്ടി എന്ന വൻമരത്തിന്റെ തണലിൽ നിന്നിരുന്ന പുതുപ്പള്ളിയിൽ നിന്ന് ഗ്രൂപ്പ് പോരുകളുടെ വേരുകൾ പടരുകയാണ്. ചാണ്ടി ഉമ്മൻ സ്വീകരിച്ച ഈ ത്യാഗ നിലപാട് ഒരു സൈക്കോളജിക്കൽ നീക്കമാണോ അതോ യഥാർത്ഥ പ്രതിഷേധമാണോ എന്ന് വരും ദിവസങ്ങളിലെ പാർട്ടി തീരുമാനങ്ങൾ വ്യക്തമാക്കും. ഗ്രൂപ്പ് വൈരാഗ്യം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നീങ്ങിയില്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും സുരക്ഷിതമായ സീറ്റിലും വിള്ളലുകൾ വീണേക്കാം. ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന്റെ മക്കൾക്ക് കഴിയുമോ അതോ അവർ തന്നെ കോൺഗ്രസിന്റെ പതനത്തിന് കാരണമാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം.